ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ നമ്മളിപ്പോൾ കിർഗിസ്ഥാനിലാണ് നിൽക്കുന്നത്. കിർഗിസ്ഥാനിൻ്റെ ബിഷ്കെക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ നമ്മൾ കസാക്കിസ്ഥാനിൽ നിന്ന് കിർഗിസ്ഥാനിലോട്ട് റോഡ് മാർഗം ബോർഡർ ക്രോസ് ചെയ്ത് വന്നു. എന്നിട്ട് ഇവിടുത്തെ ഹോട്ടലിൽ താമസിച്ചു. ഇവിടുത്തെ ഹോട്ടലിൻ്റെ പേര് ടൂറിസ്റ്റാൻ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടുത്തെ ഹോട്ടലിൻ്റെ പേര് ടൂറിസ്റ്റാൻ എന്നാണ്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. വലിയ കുഴപ്പമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ താമസിച്ച ഹോട്ടലിൻ്റെ അത്രയും പറ്റത്തില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ അത്ര നല്ലതായിരുന്നില്ല. പിന്നെ ബെഡൊന്നും വലിയ കുഴപ്പമില്ല, ടോയ്ലറ്റും വലിയ കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് അത്ര ഇതല്ലാത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം 4ഉം 5 സ്റ്റാറാണ്. ഇത് 3ഓ 4ഓ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഇന്നലെയും ലേറ്റായിട്ട് ആസ് യൂഷ്വൽ ലേറ്റായിട്ടാണ് വന്ന് കിടന്നുറങ്ങി. ഏകദേശം 1 മണി ആവാറായി ഇന്നലെ വന്ന് കിടന്നപ്പോൾ. ഇന്ന് നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വളരെ കുറവാണ്. കൂടുതലും സൈറ്റ് സീയിങ് ആണ്. കാരണം കിർഗിസ്ഥാൻ മൊത്തം മലനിരകളാണ്. ഇന്നലെ വന്നപ്പോഴും നമ്മൾ കുറേ കണ്ടു. കുറേ നമ്മൾ ഷൂട്ട് ചെയ്തില്ല. കാരണം കണ്ടിന്യൂസ് ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ കാണാനൊരു ബുദ്ധിമുട്ടായിരിക്കും, ഒരു വിരക്തി വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇന്നത്തെ കാഴ്ചകളിലോട്ട് നമുക്ക് പോവാം. നമ്മൾ രാവിലെ അലാറ്റു സ്ക്വയർ കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഫ്രീ ആണ് എന്താണേലും. നമ്മളങ്ങനെ ടൗൺ സെൻറ്ററിലാണ്. ടൗൺ സെൻറ്ററിൽ സ്ക്വയറാണ്. ഇതുപോലത്തെ 2-3 സ്ക്വയറുകളുണ്ട്. വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ വലിയൊരു ഗാർഡനും ഇതുപോലത്തെ 3-4 സ്ക്വയറുകളും ഉണ്ട്. അലാറ്റു സ്ക്വയർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഇതുപോലത്തെ ഇങ്ങനെ തന്നെ ഉള്ളത് 2 അപ്പുറം പിന്നെ ഉണ്ട്. അപ്പോൾ മെയിൻ ഇവൻറ്റുകളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. സ്ട്രീറ്റ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. കിർഗിസ്ഥാനും ഏകദേശം 90% മുസ്ലിംസ് ഉള്ള കൺട്രിയാണ്. റഷ്യൻ ലാംഗ്വേജ് ആണ് മെയിൻ. പിന്നെ എല്ലായിടത്തും എഴുതി വച്ചിരിക്കുന്നതെല്ലാം റഷ്യൻ ലാംഗ്വേജ് ആണ്. ഒരു റഷ്യൻ കൾച്ചറൊക്കെയാണ് മിക്കതും. പിന്നെ ഇത് 90% മുസ്ലിം രാജ്യമാണെങ്കിലും ഇവിടെ പർദ്ദയൊക്കെ നിരോധിച്ചിരിക്കുന്ന രാജ്യമാണ്. ആൾക്കാരെല്ലാം ഫ്ലെക്സിബിളാണ്. എല്ലാം നല്ല ഭക്തിയുള്ള ആൾക്കാരാണ്. ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു അതെല്ലാം നിരോധിച്ചിരിക്കുന്നത്. പർദ്ദയൊക്കെ നിരോധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പബ്ലിക് സ്പേസിലാണ്. ഇവിടെ എല്ലാം നല്ല പൂക്കൾ വെച്ച് അലങ്കരിച്ചേക്കുവാണ് സ്ക്വയർ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂറോപ്പ് പോലെ തന്നെയാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ. എല്ലായിടത്തും സ്ക്വയറുകളുണ്ട്. ആൾക്കാർക്ക് ഗ്യാതറിങ്ങിന് സ്ഥലമുണ്ട്. അത്യാവശ്യം പാർട്ടികളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഫുഡ് സ്ട്രീറ്റുകളുണ്ട്. അങ്ങനെ എല്ലാ ഇതുമുണ്ട്. പിന്നെ ഇത് കണ്ടോ, പേയ്മെൻറ്റ്സ് എല്ലാം നല്ല മാർബിളുകളും ഒക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അതായത് നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ്. ഓൾഡ് ബിൽഡിങ്ങുകളൊക്കെ ആണെങ്കിലും സോവിയറ്റ് കാലത്തൊക്കെ ആണെങ്കിലും നല്ല അതിൻ്റെ ആ പ്രൗഢിയോട് കൂടിയാണ് എല്ലാ ബിൽഡിങ്ങുകളും നിൽക്കുന്നത്. ഇവിടുത്തെ കിർഗിസ്ഥാൻ്റെ ഫ്ലാഗ് ഏറ്റവും മുകളിൽ കാണാം. ഇത് നാഷണൽ ഹിസ്റ്ററി മ്യൂസിയമാണ് കിർഗിസ്ഥാൻ്റെ. നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇങ്ങനെ അങ്ങോട്ട് കിടക്കുന്ന ഒരു വലിയൊരു ഏരിയയാണ്. ഇങ്ങനത്തെ മ്യൂസിയവും അത് പാർക്കും എല്ലാം കൂടി അതിനാണ് അലോ സ്ക്വയർ എന്ന് പറയുന്നത്. മ്യൂസിയം ഇന്ന് സൺഡേ ആയതൊന്നും തുറക്കുമെന്ന് അറിയില്ല. ഇനി അഥവാ മ്യൂസിയത്തിൽ കയറിയാലും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. സ്ക്വയറിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണ്. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു ദൃശ്യമാണിത്. അങ്ങ് ഫ്രണ്ടിൽ മലമടക്കുകൾ സ്നോയിൽ പൊതിഞ്ഞ് നിൽക്കുന്നു. മഞ്ഞിൽ പൊതിഞ്ഞിങ്ങനെ നിൽക്കണ മലനിരകളാണ്.
വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇനി സൺഡേ ആയതുകൊണ്ടൊന്നും അറിയില്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഞായറാഴ്ച അവധിയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇപ്പം നല്ല വെയിലായതുകൊണ്ടും ആയിരിക്കും ചിലപ്പോൾ ആൾക്കാർ, നല്ല വെയിലാണ്, ഒരു 10-28-30 ഡിഗ്രി അടുത്തുണ്ടാവും. പക്ഷേ നമ്മൾ ഇന്നലെ ഈ കസാക്കിസ്ഥാൻ്റെ തന്നെ ബോർഡർ, കസാക്കിസ്ഥാൻ്റെയും കിർഗിസ്ഥാൻ്റെയും ബോർഡർ വന്നു കഴിഞ്ഞപ്പോൾ തണുപ്പായിരുന്നു. 12 ഡിഗ്രി 13 ഡിഗ്രിയൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ടൗണിലോട്ട് ബിഷ്കെക്കിലോട്ട്, കിർഗിസ്ഥാൻ്റെ കൺട്രിയിലോട്ട് കയറിയിട്ട് ബിഷ്കെക്കിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ കൂടി, പിന്നെ നല്ല ചൂടായിരുന്നു. നമ്മൾ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ ഒക്കെ 10-22 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നു. പൊതുവെ ചൂടുള്ള സ്ഥലമാണ്. പിന്നെ സ്നോയും പെയ്യും. ഈ മലനിരകൾ വരുമ്പോഴാണ് തണുപ്പ് തന്നെ, അന്നേരം നല്ല തണുപ്പാണ്. ഈ മ്യൂസിയത്തിൻ്റെ അടിയിലൊക്കെ ടോയ്ലറ്റും കാര്യങ്ങളും, അതായത് ഫുള്ള് മ്യൂസിയം ഫുള്ള് ഈ വെളുത്ത് കാണുന്ന മൊത്തം മാർബിളാണ്. നമ്മൾ അകത്ത് കയറിയപ്പോൾ ഒക്കെ ഭിത്തിയും ഈ മേളിൽ കാണുന്ന, ഈ ഔട്ട് സൈഡ് കാണുന്ന ഇതുമെല്ലാം മാർബിളാണ്. ഈ ഫ്ലോറ് എല്ലാം ഇതൊക്കെ മിനുക്കാത്ത മാർബിളാണ്. ഉള്ളിലൊക്കെ മിനുക്കി നല്ല വെട്ടിത്തിളങ്ങുന്ന വെള്ള കളറുള്ള മാർബിളുകളായിരുന്നു. ഈവൻ ഇരിക്കാനുണ്ടായിരുന്നു ഉള്ള ഈ ബെഞ്ച് പോലെയുള്ള ഉണ്ടാക്കിയിട്ടേക്കുന്നത് വരെ നല്ല വൈറ്റ് മാർബിളാണ്. USSRൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ സ്റ്റോൺസൊക്കെ നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ്. ഡ്രെയിനേജൊക്കെ ആയിട്ട്, ഇത് ഡ്രെയിനേജായി കാണുന്നത്. ഇതുകൊണ്ട് പണ്ടത്തെ USSRൻ്റെ കാലത്ത് ഇതൊക്കെ വലിയ ഓഫീസുകളായിരിക്കും. നമ്മൾ അവിടെ നിന്ന് നടന്ന് ആ മ്യൂസിയത്തിൻ്റെ ഇപ്പുറ സൈഡിൽ വന്നു. അവിടെയും അതുപോലെ തന്നെ ഒരു സ്ക്വയറാണ്. അതായത് ഇത് മൊത്തം ഇതിന് ചുറ്റും റോഡാണ്, പ്ലാൻഡ് സിറ്റി പോലെയാണ്. എല്ലാം നല്ല ആർട്ടിസം നിറഞ്ഞ സ്ക്വയറുകളും അതിനനുസരിച്ചുള്ളത് ഇതുപോലെയുള്ള കെട്ടിടങ്ങളൊക്കെയാണ്. ഇതുണ്ട് റോഡുകൾ, കണ്ട് ഇതിൻ്റെ അകത്തുള്ള റോഡുകൾ തന്നെ എന്നാ വീതിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗാർഡനൊക്കെ നല്ല മനോഹരമായിട്ട് ഇട്ടേക്കുക. നിറച്ച് ഫ്ലവറൊക്കെ ആയിട്ട്. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ബാക്കിൽ നിന്നാണ് നമ്മൾ വരുന്നത്, അവിടെ നിന്നാണ് അതിൻ്റെ വ്യൂ വരുന്നത്. മറ്റു രാജ്യങ്ങളിലെ പോലെ ഒത്തിരി ടൂറിസ്റ്റുകളില്ല, കുറച്ച് വരുന്നുണ്ട്. നമ്മൾ പോയാൽ ഇപ്പോൾ ഏറ്റവും ടൂറിസ്റ്റുകൾ കുറവുള്ള രാജ്യം ഇതാണ്. ബാക്കി എല്ലായിടത്തും ഇഷ്ടം പോലെ ഉണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടത് കസാക്കിസ്ഥാനിലാണ്. ഇതിപ്പോൾ റഷ്യൻ ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു ഈ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പുറകിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, പുറകിൽ നിന്നാണ് ഈ പ്രതിമ കണ്ടത്. ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ലെനിൻ്റെ പ്രതിമയാണ്. ഇത് ഒരു സ്റ്റാർ പോലെയാണ്, USSRൻ്റെ സൈൻ പോലെയാണ് ഈ ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഒരു അണ്ണാൻ ഇതുണ്ടോ, ചുമല കളറ്, അത്യാവശ്യം വലിപ്പമുണ്ട്. UK-യിലൊക്കെ അണ്ണാനെ പോലെ ഒരു വെറൈറ്റി ഉണ്ടോ. ഈ സ്ക്വയറൊക്കെ ഉണ്ടോ, വിശാലമായ റോഡാണ്, ഒന്നുമില്ല. ഇതൊക്കെ എന്തോ ഓഫീസാണെന്ന് തോന്നുന്നു, പാർലമെൻറ്റ് മന്ദിരം പോലെ എന്തോ അങ്ങനെ ഒരു ഇത്. റോഡിൽ സീബ്ര ക്രോസിംഗ് ഒക്കെ ഉണ്ട്, നല്ല പെർഫെക്റ്റായിട്ട്. അതുകൊണ്ടുണ്ടോ എന്നാ ആ സ്ക്വയറിൻ്റെ ഫ്രണ്ടിലുള്ള റോഡായി കാണുന്നത്. ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ, എല്ലാം ഗവൺമെൻറ് ബിൽഡിങ്സാണ്. ഇത് പഴയ സോവിയറ്റ് കാലത്തുള്ളതാണ്, ഇത് കാണുമ്പോൾ തന്നെ അറിയാം.
ഈ ബിൽഡിങ്ങാണ് നമ്മളപ്പോൾ സൈഡിൽ നിന്ന് കണ്ടത്. ഇതിൻ്റെ കണ്ടോ, USSRൻ്റെ അരിവാൾ ചിറ്റിയൊക്കെ ഉണ്ട്. കാർൽ മാർക്സിൻ്റെ ഒക്കെ ഒരു പ്രതിമ ഇവിടെ ഈ ഗാർഡൻ്റെ അവിടെ. എല്ലാം USSRൻ്റെ സമയത്തുള്ള നിർമ്മിതികളാണ്. എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ സ്ക്വയറിൽ കാണുന്ന ഓക്ക് പാർക്കാണ്. ഓക്ക് മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് മിക്കതും. നിറച്ച് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ജമന്തിപ്പൂ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ജമന്തി പിന്നെ ഈ ബ്ലൂ കളർ എന്നാണെന്ന് അറിയില്ല. പിന്നെ ഇത് ആ റെഡും നമ്മുടെ നാട്ടിലുണ്ട്. ജമന്തി 2 കളറുള്ളതുണ്ട്, മഞ്ഞയുണ്ട്, എന്നാ പറയണേ, ചന്ദന കളർ. പിന്നെ ഒരു പഴയ ബിൽഡിങ് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പഴയ ബിൽഡിങ്ങുകളെല്ലാം റിനോവേറ്റ് ചെയ്യുന്നത് നല്ല പ്രൗഢിയുള്ള ബിൽഡിങ്ങുകളാണ്. എല്ലാം റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. കിർഗിസ്ഥാൻ്റെ ഫ്ലാഗ് അവിടെ പാറി പറക്കുന്നുണ്ട്. നമ്മൾ നടന്ന് സ്ക്വയറിൻ്റെ ഒരു സൈഡിൽ വന്നപ്പോൾ വേറെ ഒരു മ്യൂസിയം. ഈ മ്യൂസിയത്തിൻ്റെ പേര് സ്പുട്നിക് എന്നാണ്. റഷ്യയുടെ ആദ്യത്തെ പേടകമാണ് സ്പുട്നിക്. അതിൻ്റെ പേരാണ് ഈ മ്യൂസിയത്തിന് ഇട്ടിരിക്കുന്നത്. നമ്മൾ പിന്നെയും ഈ സ്ക്വയറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. 4 ചുറ്റും നടന്നു കഴിയുമ്പോൾ 4 പാടും ഓരോരോ ഇതുപോലത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ്, മ്യൂസിയംസൊക്കെയാണ്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ ദോസ്തക്. അപ്പോൾ കിർഗിസ്ഥാൻ്റെ ക്യാപിറ്റലാട്ടോ ബിഷ്കെക്ക്. നമ്മൾ ക്യാപിറ്റൽ സിറ്റിയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ സ്ക്വയർ, ആളൊഴിഞ്ഞ സ്ക്വയറുകളാണ് കൂടുതലും. സൺഡേ അതിൻ്റെ അറിയാണ്ട് എല്ലാം ഫ്ലവർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ഫ്ലവർ അല്ല കേട്ടോ, ചെടികൾ നട്ടുപിടിപ്പിച്ച്. അവിടെ ആൾക്കാർ കൊണ്ടുപോയി റീത്ത് വെച്ചിരിക്കുന്നു, പൂച്ചെണ്ടുകൾ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. ഇതുണ്ടോ, പട്ടാളക്കാരുടെ ഒരു ഇതാണ്. ഇത് അറിയപ്പെടുന്നത് വിക്ടറി സ്ക്വയർ എന്നാണ്. വിക്ടറി സ്ക്വയർ. അതിൻ്റെ നടുക്ക് USSRൻ്റെ എംബ്ലം ഉണ്ട്. ഒരു സെക്കൻഡ് വേൾഡ് വാറിൽ വിജയിച്ചതിൻ്റെ വിക്ടറിയുടെ സ്മാരകമാണിത്, വിജയസ്മാരകം.